ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോണത് ഇൻട്രോ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഒരു സർവീസ് സെൻറ്ററിൻ്റെ മഹിമയാണ് ഞാൻ പറയാൻ പോണത്. അതായത് ഞാൻ എൻ്റെ സ്പ്ലെൻഡർ ഞാൻ സർവീസിന് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് എനിക്ക് ആദ്യത്തെ വട്ടമല്ല, ഇത് രണ്ടാമത്തെ വട്ടമാണ്. ഇനി മേലെ ഞാൻ ഈ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കത്തില്ല. അതായത് ഹീറോയുടെ സർവീസ് സെൻറ്ററിൽ ഞാൻ ഇനി മേലെ ഈ വണ്ടി കൊണ്ട് കൊടുക്കത്തില്ല. കാരണം അത്രയ്ക്കും മറ്റേ പരിപാടിയാണ് ഇവന്മാർ കാണിച്ചത്. ഇന്ന് വേണ്ട ഇവിടെ ഡേറ്റ് 10/2/2026 കണ്ടല്ല. ഇനി ഞാൻ എൻ്റെ അതിൽ മാത്രം കാണിച്ചാൽ പറ്റത്തില്ല, ഇതിൽ ഞാൻ കാണിച്ചു തരാം. വേണ്ട February 10 ഈ ഞാൻ അതായത് ഇന്നലെ രാവിലെ, അതായത് 9-ാം തീയതി രാവിലെ ഞാൻ വണ്ടി കൊണ്ട് സർവീസിന് കൊടുത്തതാണ്. വണ്ടി കൊണ്ട് സർവീസിന് കൊടുത്ത് എന്നിട്ട് ഇന്നലെ വൈകിട്ടാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നലെ കിട്ടിയില്ല. അപ്പം ഞാൻ വിളിച്ചിട്ട് ആരും ഫോണും എടുക്കാറുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ, ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കാണത്തില്ല. അങ്ങനെ വിചാരിച്ച് ഞാൻ പിന്നെ അത് വിട്ട്. എന്നിട്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പോയി ചോദിച്ചപ്പോൾ അവർ ആ വണ്ടി തൊട്ടിട്ടില്ല. അതായത് ഇന്നലെ രാവിലെ കൊടുത്ത വണ്ടി ഇന്ന് ഉച്ചയായിട്ടും തൊട്ടിട്ടില്ല. 10-ാം തീയതി ഉച്ചയായിട്ട് ഇവർ തൊട്ടിട്ടില്ല വണ്ടി. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് എന്ന് ചോദിച്ചപ്പം ശരിയാകുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ശരി അപ്പം ഞാൻ ജോലിയുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം വൈകിട്ട് വല്ലതൊക്കെ ആകുമ്പോൾ വിളിക്കും എന്നുള്ളത്. അപ്പോൾ 5 മണിയായപ്പോൾ എനിക്ക് കോൾ വന്നിട്ട് പറഞ്ഞ് വണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒന്നും ഇവർ തൊട്ടിട്ടുമില്ല, ശരിയാക്കിയിട്ടില്ല. അതിൻ്റെ പൈസ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിട്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശരിയാക്കാൻ പറഞ്ഞ കംപ്ലയിൻറ്റ് ഈ മീറ്റർ ഈ സാധനം ഉണ്ടല്ലോ, അത് വർക്കാവുള്ളതായിരുന്നു. അത് ശരിയാക്കാൻ പറഞ്ഞു. അത് ശരിയാക്കിയിട്ടില്ല. പിന്നെ ഈ I3S എന്ന് പറഞ്ഞ സാധനം ഞാൻ എന്തൊരു ഉണ്ടാക്കാൻ അതിൻ്റെ അകത്ത് വച്ചിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഒരു 20,000 കിലോമീറ്റർ ഓടുന്ന വരെ ഞാൻ മര്യാദയ്ക്ക് ഉപയോഗിച്ച്, അതിന് ശേഷം ഇന്നേ വരെ I3S വർക്കായിട്ടില്ല. ഞാൻ ഒരു 3-4 തവണ കംപ്ലയിൻറ്റ് ചെയ്ത സാധനമാണ് ഈ I3S എന്ന് പറയുന്നത്. ഇതുവരെ തൊട്ടിട്ടില്ല ആ സാധനം. അതിൻ്റെ പൈസ ഒന്നും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ശരി അത് വിടാമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അതായത് ബൈക്ക് എടുത്ത് വീട്ടിലോട്ട് വന്നേ ഉള്ളൂ. ജോലി കഴിഞ്ഞ് നേരെ സർവീസ് സെൻറ്ററിൽ പോയി ബൈക്ക് എടുത്ത് നേരെ വീട്ടിൽ വന്ന് ഇവന്മാർ വാട്ടർ വാഷ് പെയ്ഡ് 128 രൂപ. ഈ കഴുകി വെച്ചിരിക്കണതിൻ്റെ മഹിമ നിങ്ങൾക്ക് കാണണ്ടേ? കാണിച്ചു തരാം. ഈ പുറമേയൊക്കെ ഇവന്മാർ ഓയിൽ വെച്ച് തുടച്ചിരിക്കുകയാണ്. എന്തൊരു ഓയിലെന്ന് അറിഞ്ഞു, പക്ഷേ ഓയിൽ വെച്ച് തുടച്ചിരിക്കുകയാണ്. ഈ എൻജിനിൽ ഓയിൽ വെച്ച് തുടച്ചിരിക്കണം. ഈ എൻജിനിൽ ഓയിൽ വെച്ച് തുടച്ചിരിക്കണം. ഞാൻ വരണ വഴിക്ക് നോക്കുമ്പം ഈ എൻജിൻ അവിടെ നിന്ന് പുക വന്നുകൊണ്ടിരിക്കണം. ആക്ച്വലി ഈ എൻജിനൊന്നും ഓയിൽ വെച്ച് തുടയ്ക്കാൻ പാടില്ലാത്ത സാധനമാണ്. അതിലൊക്കെ കൊണ്ട് ഓയിൽ വെച്ച് തുടച്ച് വെച്ചിരിക്കണം. ഈ പുറമെ ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സാധനം കാണിച്ചത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ പെട്രോൾ ഒഴിക്കുന്ന സാധനം. ഈ വണ്ടി ഇങ്ങനെ തുറന്നാൽ മതി. ഇത് കണ്ടോ, ഇത് അഴുക്കാണ്. ഇതാണ് സർവീസ് സെൻറ്ററിൻ്റെ മഹിമ. മനസ്സിലായ? അത് എന്നിട്ട് ഈ കഴിവിൻ്റെ മഹിമയാണ് ഞാൻ കാണിച്ചത്. ഇനിയുമുണ്ട്. ഇതിൻ്റെ ഈ ഇടയിൽ കണ്ട കാണിച്ചത്, ഈ ഇരിക്കുന്ന കണ്ട, ഇത് ഫുൾ അഴുക്കാണ്. കണ്ട ഇത് ഈ കണ്ട ഇളകി പോണത് കണ്ട, ആ സാധനം ഫുൾ അഴുക്കാണ്. അതും പോരാഞ്ഞിട്ട് ഇതിൻ്റെ ഈ സാധനമുണ്ട്. ഇത് ഞാൻ ഇന്നേ വരെ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് വാങ്ങിച്ച സമയത്ത് അതിൻ്റെ അകത്താണ് ഈ RC ബുക്കും മറ്റേ മെഡിസിൻ കിറ്റും സാധനങ്ങളൊക്കെ വെച്ചത്. ഞാൻ അത് വാങ്ങിച്ച് ഈ RC ബുക്കൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ഫോണിലാണ് ഈ RC ബുക്കെല്ലാം ഫീഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഉപയോഗിക്കത്തില്ല. ഞാൻ ഇന്നേ വരെ ഈ സാധനം തുറന്നിട്ടില്ല. ഞാൻ ഇന്ന് ജസ്റ്റ് വന്നൊന്ന് ഇതുണ്ട കഴുകി വെച്ചിരിക്കണതിൻ്റെ മഹിമയാണ് അവന്മാർ. അതുപോട്ടെ, അതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ കണ്ട ഈ ഭാഗത്തൊന്നും തൊട്ടിട്ട് പോലില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം
ഒരു വെള്ളം നനച്ച തുണി വെച്ച് തുടച്ചെങ്കിൽ പോലും ഈ വൃത്തി മാറുമായിരുന്നു. വേണ്ട സൈലൻസറിലുണ്ട്, വേണ്ട സൈലൻസറിൽ ഈ സാധനമൊക്കെ ഞാൻ ജസ്റ്റ് വേണ്ട ഇങ്ങനെ താക്കോലിച്ച് ചുരണ്ടുമ്പോൾ ഇളകി പോണ സാധനമാണ്. അതിനൊന്ന് വെള്ളം വെച്ച് തുടച്ചിരുന്നെങ്കിൽ പോണ സാധനമാണ്. ഇതൊക്കെ തൊട്ടിട്ടില്ല. ഇനി ഇത് ഏത് സർവീസ് സെൻ്ററാണെന്ന് പറയണത് ചോദിക്കുന്നവരടുത്ത് ഉള്ളൂരിൽ, അതായത് ട്രിവാൻഡ്രം ഉള്ളൂരിലെ ഹീറോയുടെ സർവീസ് സെൻ്ററാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇനി ജന്മത്ത് അവിടെ കൊണ്ട് കൊടുക്കാതിരിക്കണം നോക്കാം. അതായത് നിങ്ങളിത് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജന്മത്ത് ഇത് ഇനി അവിടെ കൊണ്ട് കൊടുക്കല്ലേ. എനിക്ക് ഭ്രാന്ത. കാരണം ഇത് ഇനി ഇരുന്ന് കഴിയണം. ഞാൻ ഒരു ദിവസം എനിക്ക് കഴിവാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട്, അതായത് ഞാൻ ജോലിക്ക് പോകും, അതിൻ്റെ ഇടയിൽ എനിക്ക് ടൈമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് സർവീസ് സെൻ്ററിൽ കൊടുക്കണത്. ഇപ്പം ഇവരും ഇങ്ങനെ കാണിച്ചാൽ നല്ല മയമായി. അതായത് ഉള്ളൂർ സർവീസ് സെൻ്റർ ഞാൻ വേറെ 2 സർവീസ് സെൻ്റർ കൊടുത്തിട്ടുണ്ട്. ഉള്ളൂർ സർവീസ് സെൻ്ററിൽ മാത്രമേ എനിക്ക് ഇത്രയും വൃത്തികെട്ട സർവീസ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ടൊരു മുടിഞ്ഞ ബില്ലും തരുമാർ. അതാണ് ഇത് ആക്ച്വലി ഭ്രാന്തെടുത്തിരുന്നതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നോക്കാൻ വിട്ടുപോയി. ഇല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് ഇവന്മാരെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചിട്ട് ഞാൻ വിടത്തുള്ളമായിരുന്നു. അത് വേറൊരു കാര്യം. ഞാൻ അപ്പോഴും വേറെ 2 ആവശ്യമായിട്ട് നിന്നുകൊണ്ട് ഞാൻ അപ്പോഴും നോക്കിയില്ല. ഇതാണ് ഇവിടുത്തെ സർവീസ് സെൻ്റർ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇനി മേലെ ആ സർവീസ് സെൻ്ററിൽ വണ്ടി കൊണ്ട് കൊടുക്കല്ല. അത് പൂട്ടിപ്പോട്ട്. ഞാൻ അത് പൂട്ടിപ്പോട്ട്, എങ്ങനെയെങ്കിലും പൂട്ടിപ്പോട്ട്. ആ സാധനം എനിക്ക് തലവേദന എടുക്കും. കാരണം ഇനി ഞാൻ ഇരുന്ന് കഴിയണം ഈ വണ്ടി. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരിലോട്ട് ഇത് ഷെയർ ചെയ്യും. അതേ വേറെ ചെയ്യാവുള്ളൂ. കാരണം ഞാൻ ഇന്ന് പോയപ്പോൾ തന്നെ അവിടെ കുറേ പേര് വണ്ടി കൊണ്ട് കൊടുത്തിരിക്കണുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. മിക്കവാറും എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ, എൻ്റെ വിശ്വാസം. കാരണം ഇത് ആദ്യത്തെ തവണയല്ല, ഇത് 2ാമത്തെ തവണ. ഇതേപോലെ ഇവന്മാർക്ക് വണ്ടി സർവീസിന് എടുത്തിട്ട് ഞാൻ പറഞ്ഞ പണിയൊന്നും നോക്കത്തില്ല. ഇവന്മാർക്ക് തോന്നിയ പണി നോക്കിയിട്ട് ഇവന്മാർക്ക് തോന്നിയൊരു ബില്ല് വിട്ടങ്ങ് തരും. എനിക്ക് വേറെ ഒന്നും പറയില്ല. കാരണം ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞ പോലെ ഇത് 2ാമത്തെ തവണയാണിത്. ഇതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, അതുകൊണ്ടാണ്.